ഇത്തിരി പെശ കണ്ട അതെ നൈറ്റ് കഴിഞ്ഞിട്ടാണ്. അന്നേരം കറിക്കൊന്നുമില്ലെന്ന് വെച്ചാൽ എളുപ്പത്തിൽ വെക്കാൻ പറ്റിയ ഒരു സാധനമില്ല. എന്താ വിചാരിച്ചാൽ പിന്നെ കോഴിക്കൂട്ടിലേക്കൊന്ന് കയറിയേക്കാം. 2 ദിവസമായി മുട്ട എടുത്തിട്ട് ഇവിടെ നല്ല മഴയായിരുന്നു. പിന്നെ എനിക്ക് ഡ്യൂട്ടി, അതുകൊണ്ട് മുട്ട ഒന്നും തന്നെ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഒന്ന് കയറി നോക്കാമെന്ന് എഴുതി. എന്തായാലും മുട്ട ഉണ്ടാവും, ഒരു 5 10 എന്തായാലും ഉണ്ടാവും. നമുക്കൊന്ന് കയറി നോക്കാം എത്ര മുട്ടയുണ്ടെന്ന് അറിയാം. ഇതുപോലുള്ള എമർജൻസി സിറ്റുവേഷൻസിലാണ് നമ്മളുടെ ഈ കോഴി വളർത്തലൊക്കെ കൊണ്ട് നമുക്കൊരു ഗുണമുള്ളത്. കറിക്കില്ലേ നേരെ കോഴിക്കുട്ടി കയറിയാൽ മതി, മുട്ട ഉണ്ടാവും. കടയിൽ പോകണ്ട, ഒരത്യാവശ്യത്തിന് ഇതെല്ലാം നമുക്ക് ഉപകരിക്കും. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും പേടി കുറവുള്ള 2 ആൾക്കാരാണ്. നമ്മുടെ ഇസാ ബ്രൗണും നമ്മുടെ വെള്ളയും. ഇത്തിരി പെശ കണ്ട നമ്മളിങ്ങനെ കൊത്തണമാണ്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ലിറ്ററൊക്കെ പോയി ഒരുമാതിരിയായി. സമയം കിട്ടാത്തതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഞാൻ അടുത്ത ആഴ്ചയിൽ നമുക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പുതിയ മെഷ് ഇടണം, സെറ്റാക്കാം. അടുത്ത ആഴ്ച കുറച്ച് ഫാമിംഗ് പരിപാടികളുണ്ട്. എന്തായാലും 2 പേര് മുട്ടക്കിരിപ്പുണ്ട്. വേണ്ട ഒരെണ്ണം ബോയ് ഇവിടെ ഉണ്ട്. ഞാൻ കുറച്ച് ദിവസത്തേക്കാണ് മുട്ട എടുക്കാൻ കയറിയത് കൂട്ടിലേക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരാൾ പൊരിന്തിരിപ്പുണ്ട്. പക്ഷെ അതിലും വലിയൊരു കാര്യം, നിങ്ങൾ ആ നെറ്റിൻ്റെ അപ്പുറത്ത് മുട്ട കണ്ടോ? ഞാൻ ഇവരെ പകലിടയ്ക്കൊക്കെ തുറന്നു. അന്നേരം ഈ മടിയന്മാർ കണ്ണിക്കണോടത്തൊക്കെ പോയി മുട്ട ഇടും. ആ എൻട്രൻസിൽ കൂടെ ഇങ്ങോട്ട് വന്നിട്ട് ഇവരിവിടെ മുട്ട ഇട്ട് വെച്ചാൽ ഇനി ഇത് എടുക്കാനായിട്ട് ഞാൻ പോകണം. 2 ദിവസം കൊണ്ട് ഏകദേശം ഇത്രയും മുട്ട കിടപ്പുണ്ട് കേട്ടോ. ഏകദേശം 11 മുട്ടയുണ്ട് കേട്ടോ. ഇതിലൊരെണ്ണം ഇപ്പം ഞാൻ എടുത്തപ്പോൾ കൈപ്പശ കൊണ്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ കയ്യോട് ഓംലേറ്റ് അടിക്കും. അപ്പോൾ ഈ നൈറ്റ് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞിട്ടേ വലിയ കറിയൊന്നും വെക്കൽ നടക്കുന്ന കാര്യമില്ല. നീട്ടിപ്പിടിച്ചിട്ട് ഇതുപോലെ എളുപ്പത്തിൽ എന്തെങ്കിലും ചെറിയ സാധനം വയ്ക്കൽ നടക്കുള്ളൂ. അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഇതൊക്കെ നമുക്ക് ഒരുപാട് ഉപകാരം ചെയ്യും. പിന്നെ ഒബ്വിയസ്ലി യെസ് ആസ് യൂഷ്വൽ പറയണ പോലെ മനസ്സിൻ്റെ സന്തോഷം. നമ്മളൊരു സാധനം വളർത്തി അതിൽ നിന്ന് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം വേറെ. അപ്പോൾ അങ്ങനെയാണ് മഴ പെയ്തിട്ട് കൂടിച്ചിരി ആകെ ലമ്പട്ട് നിൽക്കണേന്ന്. ഇതിരി ഈർപ്പൊക്കെ ഇറങ്ങിയിട്ട് ഇതൊന്ന് റെഡിയാക്കണം. കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യാനുണ്ട് കൂട്ടിലേക്ക്. ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല കുറച്ച് ദിവസമായിട്ട്. ഞാൻ കൂട് തുറന്ന ഗ്യാപ്പിൽ ഒരുത്തിതാണ്ട് ഓടി വന്ന് മിക്കുവിൻ്റെ ഫുഡ് അടിക്കാൻ കയറി. ഇന്നിപ്പോൾ എന്തായാലും ആരും തുറന്നു പറഞ്ഞില്ല, ക്ലൈമറ്റൊക്കെ ഇത്തിരി മോശമായതുകൊണ്ടേ. ഇവിടെ നമ്മൾ തിരിച്ച് കൂട്ടിലേക്ക് ആക്കി. ആരെയും തുറന്നു വിടുന്നില്ല. എല്ലാവർക്കും കുറച്ച് ദിവസത്തേക്ക് അങ്ങനെ കൂട്ടിലേക്ക് ബന്ധനമാണ്. അതുകൊണ്ട് ഇന്നത്തെ ഹാർവസ്റ്റും നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നു. അപ്പോൾ അടുത്ത ആഴ്ച കുറച്ചുകൂടി കോഴിക്കൂട്ടിലേക്ക് ഒന്ന് കണ്ണെത്തിക്കണം. അന്നേരം ഒന്ന് ക്ലീൻ ചെയ്ത് പുതിയ ചിപ്സൊക്കെ ഇടാം നമുക്ക് അതിനകത്തേക്ക്. ഒന്ന് റെഡി ആക്കണം. നേരം കിട്ടാത്തതുകൊണ്ടാണ് ഡ്യൂട്ടിയും കളിയും ചൂണ്ടിടലും എല്ലാം കൂടി ഓടിച്ചുകൊണ്ടാവണ്ടേ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ കോഴി വിശേഷങ്ങൾ നമുക്ക് അടുത്ത ദിവസങ്ങൾ കാണാം. ഞാൻ എപ്പോഴും വിചാരിക്കും ഇവിടെയുള്ള ബ്രീഡുകളൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തണമേ. പക്ഷേ സമയം അങ്ങനെ കിട്ടാത്തതുകൊണ്ടാണ്. പക്ഷേ ഞാൻ ഒന്ന് ട്രൈ ചെയ്യാം എല്ലാ ബ്രീഡിനെ എടുത്തിട്ട് ജസ്റ്റ് അവരുടെ ഒരു ഫീച്ചേഴ്സ് നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ BV380 ഉണ്ട്, അതുണ്ട് ഇതുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാം BV380 എന്താണെന്നുള്ളത്, മുട്ടക്കോഴി വളർത്തുന്നവർക്ക്. അപ്പോൾ ഇവിടെയുള്ള കോഴികൾ, വിദേശത്തുള്ള കോഴികളിൽ ഏതൊക്കെയാണ് എന്തൊക്കെയാണുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടേക്കാം. അത് ഞാൻ കാണിക്കാം അടുത്തത് വരും ദിവസങ്ങളിൽ എപ്പോഴും ഒന്ന് സമയം പോലെ കാണിക്കാം കേട്ടോ. ഓരോന്നിനെടുത്ത് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ശരി, ബൈ.